ഞാൻ ആജ്ഞാപിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അത് അപേക്ഷിക്കുന്നില്ല, അങ്ങ് ആജ്ഞാപിക്കുകയാണ്. ആര്? തമ്പുരാട്ടിയാണോ അങ്ങ് ആജ്ഞാപിച്ച് ഇവിടെ? അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളൂ, ഇവിടെ ആരെന്ത് പാടണം, ആരെന്ത് ചെയ്യണമെന്ന് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിന്മേ വന്ന് പബ്ലിക്കലി വന്ന് കിടന്ന് ഇങ്ങനെ അലറുമ്പോ സാധാരണക്കാരനും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. പണ്ടൊരു സിനിമയിലെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ അക്ഷരത്താളുകളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല യഥാർത്ഥ ഇന്ത്യ എന്ന്. മിസ്റ്റർ കെ പി ശശികല, നിങ്ങൾ എന്ന് പറയുന്ന ടീച്ചറോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ പഠിച്ചെടുത്ത വർഗീയതയല്ല നമ്മുടെ നാട്ടിലെ ശരിയായ ടീച്ചർമാർക്ക് ഈ നാട്ടിലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പേരിന് മുന്നിൽ എന്തിനാണ് ആ ടീച്ചർ എന്നുള്ള ഒരു പദവി ഉള്ളതെന്ന് സത്യം പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹിന്ദുവായ എനിക്ക് അറിയത്തില്ല. ഞാൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് വേർതിരിച്ച് നിർത്താൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന പേര് അഭിസംബോധന ചെയ്ത് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്നലെ കവല പ്രസംഗം നടത്തി. കവലയിൽ മൈക്ക് കെട്ടിവെച്ച് ഹിന്ദു ഐക്യവേദിയുടെ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെതിരെ നിങ്ങൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ ജാതിയിലുള്ള ആളുകൾക്ക്, അതായത് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അവരെ ഗോത്രത്തിന് വേണ്ടിയിട്ട് കുറച്ച് പ്രത്യേകതരം പാട്ടുകളുണ്ടല്ലോ, പ്രത്യേകതരം സംഗീതങ്ങളുണ്ടല്ലോ, അവരത് പാടിക്കോട്ടെ എന്ന്. എന്ത് വിഷമാണ് സ്ത്രീ നിങ്ങൾ ഈ നാട്ടിൽ തുപ്പുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഈ നാട്ടിൽ ഒരു വ്യക്തി ഏത് പാട്ട് പാടണം, അല്ലെങ്കിൽ അവൻ ഏത് ഉപകരണം വായിക്കണം, അവൻ ഏത് സംഗീതത്തെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളാരാ? കോടതിയാണോ ഇവിടത്തെ? നിങ്ങൾ വെറും ഒരു കെ പി ശശികല, ആ ടീച്ചർ എന്ന പദവിയൊന്നും ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 90% മലയാളികൾ നിങ്ങൾക്ക് ആ ഒരു പദവിയൊന്നും തന്നിട്ടില്ല. 10%-ത്തിലുള്ള വിഷം തുപ്പുന്ന കൊടിയ വർഗീയവാദികളായ ഹിന്ദുത്വത്തെ എന്താ പറയുക, ഹിന്ദു ഉണർത്തണം, ഹിന്ദുവിനെ ഉണരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ടീമുകൾ മാത്രമാണ് നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഇവിടെയുള്ള സാധാരണ ഹിന്ദുക്കൾക്ക് പോലും നിങ്ങളെ പിടിത്തമില്ല, നിങ്ങളെ താല്പര്യമില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ സൊസൈറ്റി നിങ്ങളെ മാറ്റി നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ വിഷമാണെന്നും നിങ്ങൾ കാളകൂടമാണെന്നും നിങ്ങൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന വിഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളെയുള്ള സമൂഹം, അല്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന ഒരു തലമുറ ഇത് കണ്ടു പഠിച്ചാൽ, നിങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇമാതിരിയുള്ള വിഷങ്ങളായിരിക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് ഇവിടെയുള്ള സാധാരണക്കാരന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ നിറം നോക്കി, അവന്റെ ജാതി നോക്കി, അവന്റെ വർണ്ണം നോക്കി അവൻ ഇന്നതേ ചെയ്യാവൂ, അവൻ ഇന്നതേ പാടുള്ളൂ, അവൻ ഇന്നതിനപ്പുറം പോകരുത്, അവൻ ഇതിനപ്പുറം കയറരുത് എന്നൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് ഈ നാട്ടിൽ? നിങ്ങൾക്ക് അതിന് എന്ത് അധികാരമാണ് ഉള്ളത്? നിങ്ങൾ ഇമാതിരിയുള്ള തോന്നിവാസങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ നിങ്ങളോട് ചോദ്യം ചോദിക്കും. കാരണം നിങ്ങൾ പറഞ്ഞത് ഒരു കേരളം എന്ന് പറയുന്ന നാനാ മതസ്ഥരെ ഒന്നായി കാണുന്ന മതസൗഹാർദ്ദത്തിന് ഈറ്റില്ലമായ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഇമാതിരി വിഷം തുപ്പാൻ നിങ്ങൾക്ക് എന്ത് ലൈസൻസ് ആണ് ഇവിടെ അനുവദിച്ചു കിട്ടിയിട്ടുള്ളത്? ഒരു മനുഷ്യനെ തെരഞ്ഞു പിടിച്ച് അവന്റെ സംഗീതത്തെ, അവന്റെ സംഗീത ജീവിതത്തെ, അല്ലെങ്കിൽ അവന്റെ ഉപജീവന മാർഗത്തെ നിങ്ങൾ ചൂഷണം ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ തടസ്സം നിൽക്കാൻ നോക്കി. അവന്റെ ജീവിക്കുവാനുള്ള അവകാശത്തിനെതിരെ നിങ്ങൾ ചോദ്യം ചെയ്തു. പാടുന്ന പാട്ടിനകത്ത് അവന്റെ ജാതിയും വർണ്ണവും അവന്റെ നിറവും കുത്തിക്കയറ്റി നിങ്ങൾ ഇന്നാട്ടിൽ കൊണ്ടുവരാൻ നോക്കുന്ന എന്തിന്റെ പുരോഗമനമാണ്? ഈ ടീച്ചർ എന്ന് നിങ്ങളെ വിളിക്കുന്ന നിങ്ങൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഇപ്പൊ എവിടെയാണ്? സീരിയസ്ലി, നിങ്ങൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവരും ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്താണോ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഈ ടീച്ചർ എന്ന പദവി എങ്ങനെയാണ് കിട്ടിയത്? സീരിയസ്ലി, ഒരു സാധാരണ മനുഷ്യന് സംശയമുണ്ട്. കാരണം നിങ്ങൾ ഈ നാട്ടിൽ നാളിതുവരെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ ഒരു ഹിസ്റ്ററി എടുത്താൽ തന്നെ അതിനകത്ത് കൊടിയ വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. അതില് ഏറ്റവും അവസാനത്തെ ഒരു ചാപ്റ്ററാണ് ഇപ്പം വേടന്റെയിൽ വന്ന് നിൽക്കുന്നത്. കാരണം ഒരു മനുഷ്യനെതിരെ, ഒരു സാധാരണക്കാരന്റെ ഒരു മനുഷ്യനെതിരെ ഈ നാട്ടിൽ കഞ്ചാവ് ഉപയോഗിച്ച് പിടിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ആളല്ല വേടൻ. ഈ വേടനെ ഈ കഞ്ചാവ് ഉപയോഗിച്ച് പിടിച്ച് സമൂഹത്തിന് മുന്നിൽ അതിന്റെ കുറ്റം എന്താണോ അതിനുള്ള ശിക്ഷ അയാൾ ഏറ്റുവാങ്ങി, അയാളുടെ കയ്യിൽ നിന്ന് ക്വാണ്ടിറ്റിയുടെ അളവ് സാധാരണ നമ്മുടെ നിയമത്തിനകത്തുള്ള ഇത് വെച്ചിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ അയാൾ പുറത്തിറങ്ങി. അയാൾ ആദ്യം പത്രസമ്മേളനത്തിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റ് എനിക്കിതിൽ നിന്നെല്ലാം പുറത്തു വരണമെന്നാണ്. ഒരാൾ ഒരിക്കൽ ഒരു തെറ്റുകാരനായാൽ ഈ സമൂഹം അയാളെ ചാപ്പ കുത്തുന്നത് എന്നും അങ്ങനെയാണ്. അവൻ കുറ്റക്കാരൻ മാത്രമാണെന്നുള്ള ഒരു ചാപ്പ അവന്റെ മേലെ ആരോപിക്കാനാണ് ഈ സമൂഹം ആഗ്രഹിക്കുന്നത്.
അതില് നിങ്ങളെ പോലുള്ള കുറച്ച് വിഷങ്ങളും കൂടെ ബൂസ്റ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് വെക്കുമ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങനെ നിൽക്കും. അവരെ തിരുത്താനോ അവർ പുതിയൊരു മാർഗത്തിലേക്ക് വരാനും ശ്രമിക്കുമ്പോൾ അവരെ മുളയിലെ വെട്ടിയിടുക അല്ലെങ്കിൽ വേരോടെ അറുത്ത് മാറ്റുക എന്നുള്ള നിങ്ങളുടെ ഈ ഒരു സമീപനമുണ്ടല്ലോ, ഈ ഒരു ചിന്ത, ഈ ഒരു നിങ്ങളെ ഉള്ളിൽ കിടക്കുന്ന കൊടിയൊരു വിഷം ഉണ്ടല്ലോ, അതിങ്ങനെ സമൂഹത്തിന് മുന്നിൽ മൈക്ക് കെട്ടി വെച്ച് തുപ്പേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫേസ്ബുക്ക് പൊതുവെ സാധാരണ ഈ നോർമൽ ആയിട്ടുള്ള മലയാളികൾ പോയി നോക്കാറില്ല, അതുകൊണ്ട് ഞാനും നോക്കാറില്ല. ഒരുപാട് പേരുടെ ചാനലുകളിൽ വന്ന വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കൊടിയ വർഗീയത അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതൊന്നും ഞാൻ ഇന്ന് വരെ ചെകഞ്ഞു പോവുകയോ നിങ്ങളെ ഫോളോ ചെയ്യുകയോ നിങ്ങളെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാനോ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് വാർത്താ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും കാണുവാനിടയാവുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നതിൽ പോലും എനിക്ക് ലജ്ജ തോന്നും. കാരണം അമ്മാതിരി വൃത്തികേടാണ് നിങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ മൈക്ക് കെട്ടി വെച്ച് വിളിച്ചത്. ഈ പറഞ്ഞ KP ശശികല മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു കൂവിയ ആ പ്രസംഗം നമുക്കതൊന്ന് കേട്ട് നോക്കാം. അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനുള്ള ഒരു റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വേടനെ അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല വേടന് മുൻപിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നും KP ശശികല നടത്തിയ പരിപാടി. തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്? അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്? ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് അസമാധ്യം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000-ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരാൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരാൾ എന്ത് പാടണം എന്ന് തീരുമാനിക്കാനുള്ള അവസാന വാക്കല്ല ഞാൻ ആജ്ഞാപിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അത് അപേക്ഷിക്കുന്നില്ല, അങ്ങ് ആജ്ഞാപിക്കുകയാണ്. ആര് തമ്പുരാട്ടിയാണോ അങ്ങ് ആജ്ഞാപിച്ച് ഇവിടെ? അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളൂ, ഇവിടെ ആരെന്ത് പാടണം ആരെന്ത് ചെയ്യണമെന്ന് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിന്മേ വന്ന് പബ്ലിക്കലി വന്ന് കിടന്ന് ഇങ്ങനെ അലറുമ്പോ സാധാരണക്കാരനും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ പൊതുജനത്തിന് മുന്നിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു റിയാക്ഷൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമാതിരിയാണ് നിങ്ങൾ ഇനിയും സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങളിൽ ഇനിയും സംസാരിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരും. അടുത്തൊരു വിഷയമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.